ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് നല്ല സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യപ്പോഴേ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 750 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ഒരു തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളകും കീറി ഇതുപോലെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് രമ്പയിലുണ്ട്, നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കുന്ന ഒരു ഇലയുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഇവിടെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഈ മസാലയും ഈ ബീഫും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അടുത്ത് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് റോസ്റ്റായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ അത് കണ്ടല്ലോ, നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ബീഫ് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ പൊറോട്ടയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എങ്ങനെയായാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടൊരു ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. താങ്ക്